നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നമുക്ക് മഴ മുന്നറിയിപ്പ് നോക്കാം. കാലവർഷത്തിന്റെ ഗതി എന്താണ്, ഇന്ന് ഏതൊക്കെ ജില്ലകളിൽ മുന്നറിയിപ്പുണ്ട് എന്നതടക്കമുള്ള വിശദാംശങ്ങൾ നോക്കാം. ആദ്യമായി പോകുന്നത് വരുന്ന 3 മണിക്കൂറിലെ മഴയുടെ സ്ഥിതിയിലേക്കാണ്. കൊല്ലം, ആലപ്പുഴ, കോട്ടയം, എറണാകുളം ജില്ലകളിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇടിമിന്നലോടുകൂടിയ നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 40 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും, മറ്റെല്ലാ ജില്ലകളിലും നേരിയ ഇടത്തരം മഴയ്ക്കും മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ്. വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളുടെ ബാക്കി ഭാഗങ്ങളിലേക്കും സിക്കിം സംസ്ഥാനത്ത് പൂർണ്ണമായും പശ്ചിമ ബംഗാളിന്റെ ഉപഹിമാലയൻ പ്രദേശങ്ങളുടെ ചില ഭാഗങ്ങളിലേക്കും ഇന്ന് കഴിഞ്ഞ ദിവസം കാലവർഷം പ്രവേശിച്ചിരുന്നു. വടക്കൻ കർണാടകയുടെ ഉൾപ്രദേശങ്ങൾക്കും അതിന് സമീപ പ്രദേശങ്ങൾക്കും മുകളിലായി ചക്രവാത ചുഴി നിലനിൽക്കുന്നുണ്ട്. ഇന്ന് നിലവിൽ റെഡ് അലേർട്ട് ഒന്നുമില്ല. കഴിഞ്ഞ ദിവസം റെഡ് അലേർട്ട് ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലായിരുന്നു റെഡ് അലേർട്ട് ഉണ്ടായത്. ഇന്നെന്തായാലും റെഡ് അലേർട്ടും ഓറഞ്ച് അലേർട്ടും ഇല്ല, പകരം മഞ്ഞ അലേർട്ട് ഉണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് മഞ്ഞ അലേർട്ടാണ്. നാളെ മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിലും മറ്റന്നാൾ എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം ജില്ലകളിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മഞ്ഞ അലർട്ട് പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിക്കപ്പെട്ടിരിക്കുന്നത്. മത്സ്യത്തൊഴിലാളി ജാഗ്രതാ നിർദ്ദേശം നോക്കാം. കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ ഇന്ന് മത്സ്യബന്ധനത്തിന് പോകാൻ പാടില്ല. 10-ാം തീയതി, അതായത് ഇന്ന് വരെ കേരള, ലക്ഷദ്വീപ്, കർണാടക തീരങ്ങളിൽ മണിക്കൂറിൽ 40 മുതൽ 50 കിലോമീറ്റർ വരെയും ചില അവസരങ്ങളിൽ മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെയും വേഗതയിൽ ശക്തമായ കാറ്റിനും മോശം കാലാവസ്ഥയ്ക്ക് സാധ്യതയുണ്ട്. ഏറ്റവും പുതിയ റഡാർ ചിത്രപ്രകാരം കേരളത്തിലെ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലയിൽ ഇടത്തരം ശക്തമായ മഴയ്ക്ക് മണിക്കൂറിൽ 40 കിലോമീറ്റർ വേഗതയിൽ ശക്തമായ കാറ്റിന് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ്. പ്രധാന റോഡുകളിൽ വെള്ളക്കെട്ടുണ്ടാകാൻ സാധ്യതയുണ്ട്. വാഹനങ്ങളിൽ കാഴ്ച മങ്ങൽക്ക് സാധ്യതയുണ്ട്. ഗതാഗത കുരുക്കുണ്ടാകാൻ സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ, നദീതീരങ്ങളിൽ വെള്ളക്കെട്ടിനും വെള്ളപ്പൊക്കത്തിനും സാധ്യതയുണ്ട്. മരങ്ങൾ കടപുഴകി വീണാൽ വൈദ്യുതി തടസ്സം, അപകടം എന്നിവയിലേക്ക് നയിച്ചേക്കാം. വീടുകൾക്കും കുടിലുകൾക്കും ഭാഗിക കേടുപാടുകൾക്കും സാധ്യതയുണ്ട്. താഴ്ന്ന പ്രദേശങ്ങളിൽ, നദീതീരങ്ങളിൽ വെള്ളക്കെട്ട്, വെള്ളപ്പൊക്ക സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ ഉരുൾപൊട്ടലിനും മണ്ണിടിച്ചിലിനൊക്കെ സാധ്യതയുള്ള സാഹചര്യമാണ്. ഗതാഗതം കാര്യക്ഷമമായി നിയന്ത്രിക്കേണ്ടതായിട്ടുണ്ട്. അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കി ഒരു സെൽഫ് കൺട്രോൾ ഈ ഒരു മഴക്കാലത്ത് ഉണ്ടാക്കുക. ഇപ്പോൾ മഴക്കെടുതി വർദ്ധിക്കുന്നുണ്ട്. പല ഇടത്തും പല അപകടങ്ങൾ സംഭവിക്കുന്നു മഴയുമായി ബന്ധപ്പെട്ട്, മഴയുടെ ഒരു തീവ്രത കാരണം. അപ്പോൾ കൂടുതൽ ജാഗ്രത പാലിക്കേണ്ടിയിരിക്കുന്നു. സുരക്ഷിതരായിട്ടിരിക്കുക. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.